അടിക്കുന്നില്ല. നൈസ് പാസ്, ഇറ്റ്സ് റൂമി. എടാ പോസ്റ്റ് എവിടെ എടാ എന്തോന്നടേ ഇതൊക്കെ. ഓക്കെ റുമി ഡബിൾ ടച്ച് ആൻഡ് ബൂം. യെസ് ഫൈനലി ഗൈസ് റുമി അപ്പാട് 7 ബോൾ എടുത്തു. ഓക്കെ എംബാപ്പേ സ്റ്റണ്ണിങ് ഷോട്ട്. ഓക്കെ ഫൈനലി ഒപ്പോണൻ്റ് വന്നിട്ടുണ്ടായി. കുറേ നേരെ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ടായി. വൈഫൈ സംതിങ് ഹാപ്പൻ. ഇപ്പോൾ ഒപ്പോണൻ്റ് സ്കോഡ് 4-1-3-2 അല്ല 4-1-2-3 SS ആണത്. നല്ല രസമുണ്ടാണ് അതിനെ ഫോർമേഷൻ. 2 MF ഒരു SS 2 CF. അത് നല്ല ഫോർമേഷനാണ്. അങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ഫോർമേഷനെല്ലാം ഇട്ടിട്ട് കളിക്കണം കഴിച്ചാൽ ചിലപ്പോൾ സെറ്റായിരിക്കും. പറയാമെങ്കിൽ ഗ്ലിച്ച് ഫോർമേഷനൊക്കെ കുറേ ഉണ്ട്. നിങ്ങളങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കളിക്കാൻ കമൻറ്റ് ചെയ്ത് പറയും. നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ മാച്ച് തുടങ്ങേണ്ട ഡെസ്ചാംസ് വേഴ്സസ് ഡെസ്ചാംസ്. യെസ് ഫ്രാൻസ് വേഴ്സസ് ഫ്രാൻസ്. പൊളി. ഓക്കെ ഡെൽ പിയറോ പാട്രിക് വിയേറ. ഓക്കെ നമ്മളെ കിട്ടിയിട്ടുണ്ടായി. ഈസി നടന്നില്ല. ഞാൻ മാക്സിമം 1 ടച്ച് പാസിങ് പണ്ടത്തെ പോലെ പഠിക്കുവാണ്. ഇപ്പം എൻ്റെ ഭയങ്കര സ്ലോ ആയിരുന്നു കുറച്ച് മുമ്പ് വരെ കളി. ഡബിൾ ടച്ച് ആൻഡ് ബൂം. That was OP shot and an OP save by the goalkeeper. ആരാന്നൊന്നും അറിയില്ല. ആരാണോ അവൻ്റെ ഗോളി. ഓക്കെ 6 yard ബോക്സ്. ആരോ ഷോമിനി. അതെന്താ പെർഫെക്റ്റ് ഹെഡിങ് ഗൈസ്. എൻ്റെ മോനെ കറക്റ്റ് ആ മൂലൊക്കെ ഹെഡ് ചെയ്തിട്ടേക്കുന്നത്. അതും ബൗൺസിങ് ആയിരുന്നു. അതുകൊണ്ട് ഗോൾ കീപ്പർക്ക് ചാൻസ് കുറവാണ്. റിയൽ ലൈഫിൽ അങ്ങനത്തെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര ചാൻസ് കുറവാണ് ഗോളി പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഷോമിനി. ഓക്കെ ഗ്രീസ്മാൻ ഡബിൾ ടച്ച് ആൻഡ് പാസ്. റുമി എംബാപ്പെ പാസ് ടു റുമി. ഗ്രീസ്മാൻ ടേൺ വേണ്ട. എംബാപ്പെ. ഓക്കെ കാസിയസ് ആണ്. കാസിയസിൻ്റെ അടുത്ത് അമ്മാര് ഗോളൊക്കെ ഇട്ടേ. ഫസ്റ്റ് സേവ് അപ്പോൾ കാര്യമായി. വെറുതെ അല്ല അമ്മാര് സേവൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വല്ലാണ്ടങ്ങ് മൈനസൊന്നും അടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് മൈനസൊന്നും അങ്ങനെ അടിക്കുന്നേ ഇല്ല. നൈസ് പാസ്, ഇറ്റ്സ് റുമി. എടാ പോസ്റ്റ് ഫൗള്. എന്താ റുമി. 1 ടച്ച് പാസ് ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇടക്കൂട്ടൊക്കെ പാസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. നിങ്ങളിപ്പം കണ്ട പാസില്ല അതേപോലെ കണ്ട. ഇമ്മാര് പാസ് ഇടാൻ കഴിയുന്നുണ്ട്. ഗ്രീസ്മാൻ പാസ്. കമോൺ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വാസമുണ്ടോ? അതായത് സ്ക്രിപ്റ്റിംഗ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനാണ്. സ്ക്രിപ്റ്റിംഗ് ആണോ നമ്മളെ മൈൻഡ് സെറ്റ് ആണോ എന്ന് പറയുന്നത്. എനിക്ക് നല്ല കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ എവിടെ എടാ എന്തോന്നടേ ഇതൊക്കെ. ഇത്ര അടിപൊളി ചാൻസ് പറയാം. പോസ്റ്റിന് അടിച്ച് കളയുന്നു ഒരുമാതിരി. പക്ഷെ നല്ല ഫിനിഷിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. പോസ്റ്റിങ് തട്ടുന്നില്ലേ, ഭാഗ്യമാണ്. നെയ്മർ റോൾ ഓവർ അങ്ങോട്ടേക്ക് 1 more ഇടായിരുന്നു അല്ലേ. ഓക്കെ ഹിയർ വി ഗോ ഗൈസ്. സെക്കൻഡ് ഹാഫ്. കോസ്റ്റ കുർത്ത വെരി ഗുഡ്. ഓക്കെ ഡിയോങ് ഷോമിനി ഗ്രീസ്മാൻ ഡിയോങ്. നൈസ് പാസിങ് ഗൈസ്. എടാ അങ്ങോട്ട് പോടാ. ഓക്കെ റുമി ഡബിൾ ടച്ച് ആൻഡ് ബൂം. യെസ് ഫൈനലി ഗൈസ് റുമി. മോനെ 2 പോസ്റ്റിനടിച്ച് അവസാനം കിട്ടില്ല ഗോൾ അടിച്ചിട്ടുണ്ട്. അടി ഇങ്ങനത്തെ സാധനം ഇവനടിക്കൂ. നോർമലൊന്നും അടിക്കൂലെന്ന് തോന്നുന്നു. പക്ഷെ നേരത്തെ അടിച്ച നോർമലൊന്നല്ല. ഹെഡ് മാത്രമേ പിന്നെയും ഓപ്പണായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. റൂമി ഓടുന്ന 1 ടച്ച് പാസ് ഇട്ടാൽ മതിയായിരുന്നു ഗൈസ്. അതൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്ക്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. മൈൻഡ് സെറ്റ് കുറച്ചും കൂടി ഒന്ന് ലെവലാക്കണം. അത് പെട്ടെന്നൊരു ത്രൂ ബോൾ ഇടാൻ. ഓക്കെ പാസ് ടു റുമി. നൈസ് ഔട്ട് ഓഫ് ബാലൻസ്. അടാ ഈ ഡിഫൻ തന്നെയാണോ നേരത്തെ പോസ്റ്റിനടിച്ച്.
എടി ഇത് ചക്ക വീണ ഒരു ഗോൾ അടിക്കുന്ന എന്തൊരവസ്ഥയാടേ. നേരത്തെ വെറുതെ ഒക്കെ അടിച്ച് പോസ്റ്റിന് അടിച്ച് കളഞ്ഞോനാ, ഇപ്പം ചറ പറ ഗോളൊക്കെ അടിച്ചിട്ടാ. ദിസ് ഇസ് റുമ്മി ഗൈസ്, ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ. ടെസ്റ്റ് നൈസ്. അപ്പോൾ നമ്മളെ കിട്ടില്ല 3 ഗോളാണ് സത്യം പറഞ്ഞാൽ. ഒന്ന് ഡബിൾ ടച്ച്, ഒന്ന് പിന്നെ ക്ലിനിക്കൽ ഹെഡിങ് ആയിരുന്നു ഷൗമിനിയുടെ. മറന്നുപോയി ആരാന്ന്. അപ്പോൾ ഷൗമിനി ഗോൾ എടുത്തു. ഓക്കെ, എംബാപ്പേ സ്റ്റണ്ണിങ് ഷോട്ട്. ഇങ്ങനെയല്ലേ അടിക്കൂ. ഇത് എനിക്കൊട്ടാണ്, അത് നാട്ടുകാർക്കൊട്ടാണ്. ഇത് എന്താണത് അടിച്ച് പൊളയിക്കാനുള്ള പോസ്റ്റിലേക്ക്. കമോൺ, അവിടെ ഒന്നുകൂടി ഇമാര് ഗോളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ മാച്ച് എന്താ പുകച്ച് കൈസ്, ഫുള്ള് പോസ്റ്റ് പുകച്ച് കളഞ്ഞു. ഡെൽപിയറോ, ഓ ഷോട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പുകയാലോ. ഓഡിഗാർഡ്, പെഡ്രി, പിന്നെ വേറെ ആരെയും വേണ്ടാന്ന് തോന്നുന്നു. കേസ് 4 ഗോൾ, അത് 4 നല്ല കിട്ടിലും ഗോളായിരുന്നു. സത്യം പറയല്ലേ, ഞാൻ ഇത്ര എക്സ്പ്രഷൻ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇമാര് ഗോളൊന്നും ഞാൻ അടിച്ചിട്ട് കുറെ കാലമായി. എംബാപ്പേൻ്റെ ഗോളൊക്കെ കണ്ടിട്ട് കിളി പോയി എൻ്റെ. ഡയറക്റ്റാ അതുകൊണ്ടട്ടോ. ഓഡിഗാർഡ്, ഹോലണ്ട്. ഇവിടെ നിന്റെയും കൂടി ഒരു ഗോളടാ. പാസ്, ഓഡിഗാർഡ്. ഓ സ്റ്റണ്ണിങ് അടിച്ചു പോകുന്നുണ്ടോ. ഇതാണ് ഒരു സാധനം വർക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ തന്നെയാണ്. തനി മലയാളി ഗൈസ്. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്ന പറഞ്ഞാൽ അടുത്തേക്ക് പോകുമല്ലോ, അതേപോലെ ഗൈസ്. പക്ഷേ ഫേക്ക് ഷോട്ട്, സ്വന്തം ടീം തേങ്ങ. നല്ല കിട്ടില്ല ഷോട്ട് കാണാമായിരുന്നു. പക്ഷെ പോട്ടെ, 4 കിട്ടി തന്നെ ഭാഗ്യം എന്ന് പറയാം. അത് ഒമ്മാതിരി ഗോളൊക്കെ ആയിരുന്നു അറിയാം. അടിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, 1 ടച്ച് പാസ്, ലൗട്ടാറോ സ്റ്റണ്ണിങ് ഷോട്ട്. അതെന്തെന്നാണോ അത് കൈസ്? ഇതെല്ലാം എന്തെന്നാ ഇങ്ങനൊക്കെ അടിക്കുക ശരിക്കും ഇവര്? തംബ്നെയിൽ സെറ്റ്, ക്ലിനിക്കൽ ഫിനിഷിംഗ് കൈസ്. എൻ്റെ മോനെ, അവിടെ ഒന്നും പറയല്ലേ. അവൻ കീന് പോയി. അവൻ എന്താ പറയണ്ടേ ഇനി? അത് ഉമ്മാതിരി ഗോളൊക്കെ അടിച്ച് കയറ്റി. പ്ലസ് എത്ര ആയി നോക്കട്ടെ, 1920. കുറച്ച് സ്റ്റണ്ണിങ് എല്ലാം അടിച്ചു പഠിക്കണം കഴിച്ചു. ഞാൻ അല്ലെങ്കിൽ ഔട്ട് സൈഡ് ദ ബോക്സ് ഗോൾ അടിക്കലില്ല, ഷൂട്ട് ചെയ്യലില്ല എന്ന് എല്ലാവരും പറയല്. ഇത് ഔട്ട് സൈഡ് ദ ബോക്സ് തന്നെ ആയിരുന്നു 4 എണ്ണം കണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ബൈ.